ഹലോ മരിയാസ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ബേബിയാണ് കേട്ടോ മെയിൻ ക്യാരക്ടർ. ബേബീനെ ഒരു കണ്ടന്റ് ആക്കിയിടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. എല്ലാ യൂട്യൂബേഴ്സും ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണല്ലോ, ബേബീനെ കണ്ടന്റ് ആക്കുകയാണ്. പക്ഷേ ഇതല്ല, എൻ്റെ ഒരു സ്റ്റോറിയാണിത്. ഞാൻ 5 months സ്കാനിലാണ് അറിയുന്നത് ബേബിക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് വെച്ചിട്ടുമ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ. കുഞ്ഞിന് ക്ലബ് ഫുഡുണ്ട്, പിന്നെ എന്നെ അറിയാവുന്ന കുറച്ചൊക്കെങ്കിലും അറിയാം കൈക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ബേബിക്ക് കൈക്കും കാലിനും കുറച്ച് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമ്മളാകെ കൂടി ടെൻഷനായി ഫസ്റ്റത്തെ ആ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ആ റിസൾട്ടുമായിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ടായിട്ടൊരു ഡോക്ടറുണ്ട്, ഓർത്തോ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട, നമുക്കിത് ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാം, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊരു സമാധാനം ഇല്ലായിരുന്നു. ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി. കോട്ടയത്തു നിന്ന് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു. അവിടുന്ന് റിസൾട്ട് കണ്ടവരെ നല്ല ടെൻഷനായിരുന്നു. ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ റിസൾട്ട് വന്നു, കുഞ്ഞിന് വേറെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രഗ്നൻസി കഴിഞ്ഞു. അവനെ കാണുമ്പോഴുള്ള സന്തോഷവും കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ കാണുമ്പോഴുള്ള സങ്കടം ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ബേബീനെ പറ്റിയോ എന്നെ പറ്റിയോ ഒന്നുമല്ല, കാലിന് എന്ത് പറ്റി, കൈക്ക് എന്ത് പറ്റി ബേബിക്ക്, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. ഞങ്ങൾ അതൊന്നും വലിയ മൈൻഡ് കാണിച്ചില്ല. പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളങ്ങ് ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ശരിക്കും മനസ്സിലായി കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ ട്രൂ കളർ, ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നതും ആരൊക്കെയാണ് അപ്പുറത്ത് മാറി കുറ്റം പറയുന്നതൊക്കെ മനസ്സിലായി. ശരിക്കും ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസുള്ള ആൻസറാണ്. എല്ലാവർക്കും എന്താണ് ഇങ്ങനെയെന്നൊക്കെ അറിയാനായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും താല്പര്യമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. കുഞ്ഞ് ജനിച്ച 5-ാമത്തെ ദിവസം തൊട്ട് കുഞ്ഞിൻ്റെ കാലിൽ ബാൻഡേജ് ഇടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു മന്ത് കഴിഞ്ഞപ്പോൾ കാസ്റ്റ് ഇടാൻ തുടങ്ങി. കാസ്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റർ. ആ പ്ലാസ്റ്റർ വെച്ചിട്ട് കുഞ്ഞിനെ എങ്ങനെ നമുക്ക് കിടത്താനാണെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഓൾറെഡി ഡോക്ടർ പറഞ്ഞു അത് നനയ്ക്കാൻ പാടില്ല. ആ ടൈമിലാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് യൂറിൻ പോകുന്ന ടൈമാണല്ലോ. പിന്നെ തലയിണയിലൊക്കെ എടുത്ത് പൊക്കി വെച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. ആദ്യത്തെ കാസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ബേബി ഭയങ്കര അരച്ചിലായിരുന്നു. പതുക്കെ ബേബി അതുമായിട്ട് അങ്ങ് ഓക്കെ ആയി. ഇതാണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വീഡിയോ. ഇങ്ങനെ വീഡിയോ ഇടാൻ വേറെ കാരണം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ ഒരു ടൈമിൽ ആ 5 months സ്കാനിൻ്റെ ടൈമിൽ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചില ഹോസ്പിറ്റൽസ് ഇട്ടിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു പേഴ്സണലായിട്ടുള്ള യൂട്യൂബറോ ഒരു വ്ളോഗറോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഡൗട്ട്, ഇങ്ങനെ ആ കുട്ടികൾക്ക് വേറെ ആർക്കും ഉണ്ടായിട്ടില്ലേന്ന്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി 2-3 ഹോസ്പിറ്റലിൽ തിരക്കിയപ്പോഴും അവിടെയൊക്കെ ഒരുപാട് കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും ഇതിനെപ്പറ്റി ഒന്നും ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ കറേജും എടുത്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഏതെങ്കിലും ഒരു പാരൻറ്റിന് ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നരുത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ 5 months കംപ്ലീറ്റ് ആയി, ഒരുപാട് റിക്കവറായി. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിൽ ഞാൻ ഒരു സെൻറ്റിമെൻറ്റ്സോ അങ്ങനെയൊന്നും അല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, അത് മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഒരുപാട് ക്രൈസിസ് ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോസൊക്കെ പഴയ വീഡിയോസ് ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.